മുനമ്പം വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച സർക്കാരിന്റെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. വഖഫ് സംരക്ഷണ വേദി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഉത്തരവിട്ടത്. കടുത്ത രാഷ്ട്രീയ തിരിച്ചടിയായ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകാനാണ് ഇപ്പോൾ സർക്കാരിന്റെ നീക്കം. സർക്കാരിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ വഖഫ് ഭൂമിയിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം വഖഫ് ബോർഡിനും ട്രിബ്യൂണലിനുമാണ്. ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച സർക്കാർ നടപടി ഹൈക്കോടതി റദ്ദാക്കി. നിജസ്ഥിതി അന്വേഷണം അറിയിക്കാനാണ് കമ്മീഷനെ നിയമിച്ചതെന്ന് സർക്കാർ വാദിച്ചെങ്കിലും ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസ് അംഗീകരിച്ചില്ല. ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിൽ പൊതു താൽപര്യമില്ലെന്നും കോടതി കണ്ടെത്തി. മുനമ്പം സമരം പരിഹരിക്കാൻ സർക്കാർ കണ്ടെത്തിയ താൽക്കാലിക പരിഹാരമായിരുന്നു കമ്മീഷൻ നിയമനം. കോടതി വിധി തിരിച്ചടിയായതോടെ കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയാണ് മുന്നിലുള്ളത്. സമരസമിതി സർക്കാരിനെതിരെ രംഗത്ത് വന്നു. ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ മുനമ്പത്തെ തീരപ്രദേശത്തെ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള ജനങ്ങൾ വളരെ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനത്തിലൂടെ മുനമ്പത്തെ തീരപ്രദേശത്തെ ജനങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി തന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആ എതിർപ്പ് മാറ്റി ജുഡീഷ്യൽ കമ്മീഷനുമായി 100% സഹകരിച്ചത്. ഇനി ഞങ്ങൾക്ക് ഒരു സഹകരണമില്ല. കമ്മീഷന്റെ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞല്ലോ. ഞങ്ങൾക്ക് ഇനിയും ഈ കോടതി കയറിയിറങ്ങി സുപ്രീം കോടതിയിൽ വരെയും പോകാനായിട്ട് ഞങ്ങൾക്ക് ആവതില്ല. ബന്ധപ്പെട്ടവരിൽ ഹിയറിംഗ് നടത്തി അന്തിമ റിപ്പോർട്ട് നൽകാനിരിക്കെയാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ പ്രവർത്തനം തന്നെ കോടതി റദ്ദാക്കിയത്. തുടർ നടപടി സർക്കാർ തീരുമാനിക്കട്ടെ എന്നതാണ് കമ്മീഷന്റെ നിലപാട്. കമ്മീഷന്റെ നിയമനത്തിനെ ചോദ്യം ചെയ്ത് ഹൈക്കോടതി കേസ് വന്നപ്പോൾ കമ്മീഷൻ തൽക്കാലത്തേക്ക് പ്രവർത്തനം നിർത്തിവെച്ചു. ഇപ്പോൾ കമ്മീഷന്റെ നിയമന സാധ്യത ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഇനി കമ്മീഷൻ മുമ്പോട്ട് പോകേണ്ടതില്ല. ഗവൺമെന്റാണ് ഇനി തീരുമാനിക്കേണ്ടത്. ഗവൺമെന്റ് അപ്പീൽ കൊടുക്കണോ എന്ത് വേണമെന്ന് ഗവൺമെന്റ് തീരുമാനിക്കും. കണ്ടെത്തലുകളൊന്നും നടത്തിയിട്ടില്ല. തെളിവുകളൊക്കെ ശേഖരിച്ചു, കുറേ പേരെ കേട്ടു. പക്ഷേ കമ്മീഷൻ അതിനെക്കുറിച്ച് പഠിച്ച് തീരുമാനങ്ങളും ശുപാർശകളും റെഡിയാക്കി തീർന്നിട്ടില്ലായിരുന്നു. അതെല്ലാം ചെയ്യേണ്ട ആവശ്യം ഇനിയില്ലല്ലോ. കോടതി വിധി ഉണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധി മറികടക്കാനുള്ള ആലോചനകൾ സർക്കാർ തലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. മേൽക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് ആദ്യ നീക്കമെന്നാണ് സൂചന. ന്യൂസ് 18 കൊച്ചി. മുനമ്പം കമ്മീഷനെതിരായ ഹൈക്കോടതി വിധിയിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. കോടതി വിധിയോടെ സർക്കാരിന്റെ കള്ളക്കളി പുറത്തായെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. സർക്കാർ അപ്പീൽ നൽകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇക്കാര്യം സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയതിനെതിരെ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകുവാനാണ് സർക്കാരിന്റെ തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ടി.ജി. സജിത്ത് ചേരുകയാണ്. ഇപ്പോൾ മന്ത്രി പി രാജീവ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അതിലേക്ക് പഠിക്കാതൊന്നുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇത് വഖഫാണോ അല്ലയോ എല്ലാം ഏൽപ്പിച്ചാലും ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടി ഏൽപ്പിച്ചാലും സർക്കാർ നിയമപ്രകാരമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കോടതി എന്താ പറഞ്ഞത്? ഭൂമി ഇപ്പോൾ മാത്രമല്ല വിചാരണ ഘട്ടത്തിൽ പറഞ്ഞു ഇത് വഖഫ് ഭൂമിയാണെന്ന് വരെ കോടതി ആധികാരികമായിട്ട് തന്നെ ഒരു പരാമർശം നടത്തി. വിധിയിൽ അത് വരുമെന്ന് അറിയില്ല. എന്നാൽ അതല്ല എന്ന നിലയിലാണ് ഗവൺമെന്റ് ബാധിച്ചിട്ടുള്ളത്. എങ്ങനെയാണെന്ന് ഇപ്പോൾ നമ്മൾ പറയുന്നില്ല. സ്വഭാവം ഏത് സ്വഭാവത്തിലുള്ളതാണെങ്കിലും സംരക്ഷിക്കണം. അപ്പം അതിന് ഒരു കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കുമ്പോഴാണ് ഒരു ആധികാരികതയും പിൻബലവും ഉണ്ടാവുകയുള്ളൂ. അവർ പറഞ്ഞത് ഇത് കൊണ്ടിരിക്കുന്ന ആളുകൾ, ബോണഫൈഡായിട്ട് താമസിക്കുന്ന ആളുകൾ, അവരുടെ അവകാശം സംരക്ഷിക്കപ്പെടണം. അപ്പം അതിന് ഏതെല്ലാം മാർഗങ്ങളുണ്ട് അതാണ് ജുഡീഷ്യൽ കമ്മീഷനോട് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. ഏത് സ്വഭാവത്തിലുള്ളതാണെങ്കിൽ പോലും ദീർഘകാലമായി അവിടെ താമസിച്ചിരിക്കുന്ന ആളുകൾ, വളരെ സാധാരണക്കാരായ ആളുകളാണ് മഹാഭൂരിപക്ഷവും. അവരുടെ അവകാശം സംരക്ഷിക്കാൻ നിയമപരമായിട്ട് എന്താണ് സാധ്യത, അതാണ് ശുപാർശകൾ സമർപ്പിക്കാനായിട്ട് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നത്. അല്ല, പ്രതിപക്ഷം പറഞ്ഞത് കോടതി വിധിയെ ശരിവെക്കുകയാണെങ്കിൽ വഖഫ് അല്ല എന്ന് ഇത് ഒറ്റ നിമിഷം കൊണ്ട് സർക്കാരിന് തീരുമാനിക്കും. 10 സെക്കൻഡോ 10 മിനിറ്റ് കൊണ്ട് തീരുമാനിക്കാന്നാണല്ലോ പ്രതിപക്ഷം. പി രാജീവ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഹൈക്കോടതി വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകുവാനാണ് സർക്കാരിന്റെ തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ടി.ജി. സജിത്ത് ചേരുകയാണ്. സജിത്ത്, ഹൈക്കോടതി വിധിയിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ടാവുമോ എന്ന് പോലും സർക്കാർ ആശങ്കപ്പെടുന്നുണ്ട്. അതായത് വഖഫ് ഭൂമിയാണ് എന്നുള്ള പരാമർശം വരുമോ എന്ന്. അപ്പോൾ ഇതുകൂടി മാറ്റി കിട്ടേണ്ടതുണ്ടല്ലോ. സ്വാഭാവികമായും ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുമ്പോൾ സർക്കാർ ഇപ്പോഴും പറയുന്നത് ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് ജുഡീഷ്യൽ കമ്മീഷന്റെ ഒരു ശുപാർശ വേണം, എങ്കിലേ ഇത് സാധിക്കൂ എന്നാണല്ലോ. ഈ കാര്യം ചൂണ്ടിക്കാണിച്ചായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഡിവിഷൻ ബെഞ്ചിലേക്ക് പോവുക.
പ്രതീക്ഷിച്ച തീരുമാനമാണ് സർക്കാരിൽ നിന്നും മഞ്ജുഷ. കാരണം അപ്പീൽ പോവുക സർക്കാരിനെ സംബന്ധിച്ച് പെട്ടെന്ന് ഇടപെടാൻ കഴിയുന്ന ഒരു സാധ്യതയാണ്. അതിലേക്ക് തന്നെയാണ് പോകുന്നത്. ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോവുക എന്നതാണ് സർക്കാരിന് മുന്നിലുള്ള വാദം. അതാണ് ഇപ്പോൾ നിയമമന്ത്രി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. നിയമമന്ത്രി രാജീവ് വ്യക്തമാക്കുന്നത് പോലെ സർക്കാരിന് ഇതിന്റെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു തുടർ നീക്കം നടത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മീഷന്റെ ശുപാർശ വേണം. അതാണ് കമ്മീഷൻ നിയമനത്തിന്റെ കാരണമെന്ന് പറയുന്നു. ഒപ്പം തന്നെ സർക്കാർ അവിടെയുള്ള ജനങ്ങൾക്ക് ഭൂമി നഷ്ടപ്പെടാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ നടത്തുക, അതാണ് സർക്കാരിന്റെ ഉദ്ദേശ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ടാണ് കമ്മീഷനെ നിയമിച്ചത്. ഈ വാദമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അപ്പീൽ പോവുക എന്ന നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. നിയമമന്ത്രി തന്നെ ഇക്കാര്യം മാധ്യമങ്ങളുടെ മുന്നിലെത്തി വേഗത്തിൽ തന്നെ പ്രഖ്യാപനം നടത്തുകയാണ്. കാരണം കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ട് സർക്കാരിന് മുന്നിൽ. അതുകൊണ്ടാണ് അപ്പീൽ പോവുക എന്ന തീരുമാനം വേഗത്തിൽ തന്നെ കൈക്കൊള്ളുന്നത്. അതേസമയം പ്രതിപക്ഷം സർക്കാരിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. മുനമ്പം കമ്മീഷനെതിരായ ഹൈക്കോടതി വിധിയിൽ സർക്കാരിനെതിരെ വിവിധ നേതാക്കൾ പ്രതികരിച്ചു. കോടതി വിധിയോടെ സർക്കാരിന്റെ കള്ളക്കളി പുറത്തായി എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. കൂടിയാലോചനകളിലൂടെ പരിഹരിക്കാവുന്ന വിഷയത്തെ സർക്കാർ ജാഗ്രതയോടെ കൈകാര്യം ചെയ്തില്ല എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വിമർശനം. ഹൈക്കോടതി വിധി പിണറായി വിജയന്റെ മുഖത്തേറ്റ പ്രഹരമാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. മുനമ്പം കമ്മീഷനെ നിയോഗിച്ചത് പിണറായി വിജയന്റെ മാടമ്പിത്തരമെന്നായിരുന്നു പി സി ജോർജിന്റെ പ്രതികരണം. വഖഫ് ബോർഡിനെ കൊണ്ട് കുഴപ്പമുണ്ടാക്കിച്ച് പ്രശ്നമുണ്ടാക്കിച്ച് അത് നീട്ടിക്കൊണ്ടുപോയി ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് എടുത്തത്. ഇനിയെങ്കിലും സർക്കാർ വേറെ തെറ്റായ വഴികൾക്ക് പോവാതെ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഒരു പെർമനന്റ് ടൈറ്റിൽ, എല്ലാത്തിനും പരിഹാരമായിട്ടുള്ള ഒരു നടപടി ഗവൺമെന്റ് സ്വീകരിക്കണം. ഗവൺമെന്റ് കാണിച്ച കള്ളക്കളിയാണ് ഇപ്പോൾ കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഞങ്ങൾ അന്നേ പറഞ്ഞു, ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷന് യാതൊരു തരത്തിലും പ്രവർത്തിക്കാനുള്ള അവകാശമില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് മുസ്ലിം വോട്ടുകൾ മുഴുവൻ പെട്ടിയിലാക്കാൻ വേണ്ടി ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്കകൾ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവര് നടത്തിയ ഒരു നീക്കമായിരുന്നു ഇപ്പോൾ ഹൈക്കോടതിയുടെ പരാമർശം. പിണറായി വിജയന്റെ മുഖത്തേറ്റ ഏറ്റവും വലിയ പ്രഹരമാണ്. കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽപ്പെട്ട കാര്യം പിണറായി വിജയൻ ഏറ്റെടുക്കാൻ പറ്റും. മുനമ്പ് ഇഷ്യയില് അവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് ഭൂമി കൊടുത്തേ മതിയാവും. പിണറായി വിജയൻ ചെയ്യേണ്ടിയിരുന്നത് അതിലെ കക്ഷികളെ കൊണ്ട് അപ്പീൽ കൊടുപ്പിച്ച് അതിന്മേൽ കോടതി വിധി മേടിക്കണമായിരുന്നു. എന്നിട്ടൊരു കമ്മീഷൻ വെക്കുന്നതിനെ പറ്റി ആലോചിക്കണം. കോടതി വിധി എന്താണെന്നുള്ളത് പരിശോധിച്ച് ആവശ്യമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കും. മുനമ്പം പ്രശ്നത്തിൽ ഗവൺമെന്റ് എടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്ത ഒരു നയപരമായ നിലപാട് അത് അവിടുത്തെ കൈവശക്കാർക്ക് അനുകൂലമാണ്. അതുകൊണ്ട് എന്താണ് ഇപ്പോൾ കോടതി ഇങ്ങനെ ഒരു നിലപാടെടുത്തതെന്നുള്ളത് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചതിന് ശേഷം പറയാൻ കഴിയുള്ളൂ. ആശാ വർക്കർമാർക്ക് മുന്നിൽ സർക്കാർ വഴങ്ങിയിരിക്കുകയാണ്. ആശാ വർക്കർമാർ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് വളഞ്ഞിരിക്കുകയാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സർക്കാരിന്റെ പുതിയ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ആശമാർക്ക് ഓണറേറിയം കിട്ടുന്നതിനുള്ള മാനദണ്ഡങ്ങൾ സർക്കാർ പിൻവലിച്ചിരിക്കുകയാണ്. ഇതേക്കുറിച്ചുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. തീരുമാനത്തെ കയ്യടിയോടെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപരോധം നടത്തുന്ന ആശമാർ സ്വീകരിച്ചത്. 7,000 രൂപയ്ക്ക് മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ കേരളത്തിലെ ആശാവർക്കർമാരെ നമ്മുടെ ജോലി ചെയ്ത കൂലി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന 2018 മുതൽ നടപ്പിലാക്കിയ ആ മാനദണ്ഡങ്ങൾ പിൻവലിച്ചുത്തരവായിരിക്കുന്നു. നമ്മളുടെ കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, 10 മാനദണ്ഡങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ 5 എങ്കിലും പാലിച്ചാലേ 7,000 രൂപ കിട്ടുമായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത് പൂർണ്ണമായിട്ടും പിൻവലിച്ചിരിക്കുകയാണോ? എന്താണ് ഉത്തരവിൽ പറയുന്നത്? മഞ്ജുഷ, ഇതിനെ ഒരു സർക്കാർ വഴങ്ങിയ ഒരു സാഹചര്യമെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. കാരണം നേരത്തെ തന്നെ ഈ ആവശ്യങ്ങൾ ഈ സമരവുമായി ആദ്യഘട്ടത്തിൽ സർക്കാർ തലത്തിൽ ആദ്യഘട്ടത്തിൽ നടത്തിയ ചർച്ചയിൽ തന്നെ ഈ ഓണറേറിയം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങൾ പിൻവലിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. അത് പിൻവലിച്ചുകൊണ്ടുള്ള ഒരു സർക്കുലർ സമരസമിതി നേതാക്കൾക്ക് നൽകിയിരിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു തരത്തിലും ഈ സമരക്കാരോട് വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തുകയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് സമരത്തിന് നേതൃത്വം നൽകുന്നത് SUCI എന്ന രാഷ്ട്രീയ സംഘടനയാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു ഒത്തുതീർപ്പിന് സർക്കാർ തയ്യാറായാൽ അത് സർക്കാർ തലത്തിൽ വലിയൊരു തിരിച്ചടി നേരിടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും.
CITUവിനുള്ളിൽ വലിയ തരത്തിലുള്ള ഭിന്നതകൾ ഉണ്ടാകും. സർക്കാർ ഒടുവിൽ അവർക്ക് വഴങ്ങിയെന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനം വരും. അതുകൊണ്ട് അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ തലത്തിൽ ഒടുവിലത്തെ കൂടിയാലോചനകൾ എത്തിയിരിക്കുന്നുവെന്ന വിവരങ്ങളാണ് നമുക്ക് ഈ മണിക്കൂറിൽ ലഭിക്കുന്നത്. അതിനോട് ഏത് തരത്തിലായിരിക്കും ഈ സമരസമിതി പ്രതികരിക്കുക എന്നത് വൈകാതെ നമുക്ക് അറിയാൻ കഴിയും. അതായത് ഓണറേറിയം കൂട്ടുവാനുള്ള തീരുമാനം ഉണ്ടാവുകയില്ല അല്ലേ? ഓണറേറിയം കൂട്ടണം എന്നുള്ള ഒരു പ്രധാന ആവശ്യമുണ്ടല്ലോ, അതുണ്ടാവുകയില്ല. അതായത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം ഇന്ന് ഈ ആശാ വർക്കർമാർ നടത്തുന്ന സമരപ്പന്തലിനോട് ചേർന്ന് തന്നെ അംഗൻവാടി ടീച്ചേഴ്സും സമാനമായ തരത്തിൽ സമരം തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു സംഘടന മുമ്പോട്ട് വെക്കുന്ന ഒരു ആവശ്യത്തിന് മുമ്പിൽ പെട്ടെന്ന് അങ്ങ് വഴങ്ങിക്കൊടുത്താൽ സമാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വിവിധ സംഘടനകൾ സെക്രട്ടേറിയറ്റ് കവാടത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടാകും. അത് സർക്കാരിന് മുമ്പിൽ വലിയൊരു വെല്ലുവിളിയായി മാറുമെന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു തരത്തിലും ഇനിയൊരു വിട്ടുവീഴ്ച വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത് SUCI ആണ് എന്ന് തന്നെയാണ് ഈ ആവശ്യങ്ങൾക്ക് മുമ്പിൽ വഴങ്ങേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ശരി, ആശമാരുടെ ഓണറേറിയം കിട്ടുന്നതിനുള്ള മാനദണ്ഡങ്ങൾ അത് പിൻവലിച്ചിരിക്കുകയാണ് സർക്കാർ. നേരത്തെ ആശമാർക്ക് ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകിയിരുന്നതാണ്. ഇതേക്കുറിച്ചുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ആശമാർ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചിരിക്കുകയാണ്. വിവിധ ജില്ലകളിൽ നിന്നെത്തിയ 100 കണക്കിന് ആശമാരുടെ നേതൃത്വത്തിലാണ് ഉപരോധ സമരം നടക്കുന്നത്. സർക്കാർ സംഘടിപ്പിച്ച പരിശീലന പരിപാടി ബഹിഷ്കരിച്ചാണ് ആശമാർ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പങ്കെടുക്കുന്നത്. ഉപരോധ സമരം സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനത്തെ പക്ഷേ ബാധിച്ചിട്ടില്ല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാ വർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന്റെ 36ാം ദിനത്തിലാണ് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സംഗമം നടന്നത്. രാവിലെ 10:30 സമര കവാടത്തിലേക്ക് പ്രതിഷേധ റാലിയായി എത്തിയ ആശമാർ MG റോഡിൽ കുത്തിയിരുന്നതോടെ ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു. പിന്നെ പൊള്ളുന്ന വെയിലിനെ വകവെക്കാതെയുള്ള സമരാവേശം. ചില്ലുമേടകളിൽ ഇരിക്കുന്നവർക്ക് ഈ സമരം തിരിച്ചറിയാനാവില്ലെന്ന് ഉദ്ഘാടനം ചെയ്ത KK രമ MLA. ഒരുപക്ഷെ ഈ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത ഒരു സമരമാണ്. വളരെ പ്രയാസകരമായ അങ്ങേയറ്റം ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഈ സമരത്തിൽ വന്നിരിക്കുന്നത്. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നെങ്കിലും റോഡ് ഉപരോധിച്ചവരെ നീക്കാൻ യാതൊരു പ്രകോപനത്തിനും പോലീസ് മുതിർന്നില്ല. പിന്നാലെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പെമ്പിളൈ ഒരുമ സമര നേതാവ് ഗോമതിയും സമരവേദിയിൽ. ശമ്പളം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ലെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് മുതലാളിമാരുടേതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയല്ലേ, ഇന്നലെ അദ്ദേഹം എന്താ പറഞ്ഞത്? സമരം ചെയ്തല്ല നേടിയെടുക്കേണ്ടതെന്ന്. ഇത് കുറെ ആളുകൾ കൂടി അതിന്റെ അകത്ത് ഈ സമരം വിജയിക്കാൻ പാടില്ല എന്നൊരു വാശിയോടുകൂടി ഇറങ്ങിയിരിക്കുകയാണ്. ഈ പാവപ്പെട്ട സ്ത്രീകൾ ഇവിടെ വന്ന് സമരം ചെയ്യുമ്പോൾ അവരോടാണോ സർക്കാരിന്റെ യുദ്ധപ്രഖ്യാപനം? കേന്ദ്ര ധനകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ മുഖ്യമന്ത്രി ആശാ വർക്കർമാരെക്കുറിച്ച് ഒരു വാക്കുപോലും അവരോട് സംസാരിച്ചില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ വിമർശനം. ആശാ വർക്കർമാർ ആരും സമരത്തിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി ഇത് ആദ്യമായിട്ടൊരു ട്രെയിനിങ്. ഇത്രയും കാലം എവിടെയായിരുന്നു ഈ സർക്കാർ? ഒരു നയപൈസയുടെ കുടിശ്ശിക കേരളത്തിന് നൽകാനില്ല എന്ന് പാർലമെന്റിൽ അസന്നിഗ്ധമായി കേന്ദ്ര ആരോഗ്യമന്ത്രി ശ്രീ JP നഡ്ഡാജി പറഞ്ഞതോടുകൂടി ഈ സർക്കാർ മുന്നോട്ട് വെച്ച എല്ലാ വാദമുഖങ്ങളും പൊളിഞ്ഞു പാളീസായിരിക്കും. ആശാ വർക്കർമാർക്ക് വേണ്ടി സർക്കാർ ജില്ലാതലങ്ങളിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടി ബഹിഷ്കരിച്ചുകൊണ്ടാണ് വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശമാർ ഉപരോധത്തിന്റെ ഭാഗമായത്. പ്രതിഷേധം കണക്കിലെടുത്ത് സെക്രട്ടേറിയറ്റിന്റെ 4 കവാടങ്ങളിലും കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ആശാ സമരത്തെ അധികാരികൾ അനുഭാവപൂർവ്വം കാണണമെന്ന് ഓർത്തഡോക്സ് സഭ. കേരളത്തിൽ പണിയെടുക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വേതനം എല്ലാവർക്കും അറിയാം. അവരെക്കാൾ മോശം സാഹചര്യത്തിലൂടെയാണ് ആശാ വർക്കർമാർ കടന്നു പോകുന്നത്. മഹാമാരിക്കാലത്ത് അവർ ചെയ്ത സേവനങ്ങൾ മലയാളിക്ക് മറക്കാനാകില്ലെന്നും ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ പറഞ്ഞു. ായി സംസ്ഥാനത്തിന് പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആശാ പദ്ധതി കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെന്നും മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തരുതെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചതാണെന്നും നിയമസഭയിൽ ആരോഗ്യമന്ത്രി രേഖാമൂലം മറുപടി നൽകി.
ലഹരി കേസുകളിൽ പെടുന്നവരിൽ കൂടുതലും മതവിദ്യാഭ്യാസം നേടിയവരാണെന്ന പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണ് KT ജലീൽ. ഫേസ്ബുക്കിൽ വന്ന ഒരു കമന്റിന് മറുപടി എന്ന രീതിയിലാണ് ജലീൽ തന്റെ ഭാഗം കൂടുതലായി വിശദീകരിച്ചത്. കഴിഞ്ഞ 6 മാസത്തിനിടെ പിടികൂടിയ 200 ലഹരി മരുന്ന് കേസുകളിൽ 61% മുസ്ലിം പേരുള്ളവരാണെന്നും അതിൽ തന്നെ 99% മതവിദ്യാഭ്യാസം നേടിയവരാണെന്നും ജലീൽ പറയുന്നു. താൻ ഇതുവരെ ലഹരി ഉപയോഗിക്കാത്തതും തെറ്റായ വഴിയിലൂടെ പോകാത്തതും മുൻപ് കിട്ടിയ മതവിദ്യാഭ്യാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണെന്നും ജലീൽ അവകാശപ്പെടുകയാണ്. മനോവിഷമം കാരണം സതുദ്ദേശപരമായാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. കുട്ടികളും യുവാക്കളും തെറ്റായ വഴിക്ക് പോകുന്നത് തടയിടാൻ മതവിദ്യാഭ്യാസം വലിയൊരു ഘടകമാണ്. സംഘികളും കൃസംഘികളും മുതലെടുക്കും എന്ന് കരുതി പറയേണ്ടത് പറയാതിരിക്കാൻ കഴിയില്ല എന്നും KT ജലീൽ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി CB അനുമോദ് ചേരുകയാണ്. അനുമോദ്, ഇക്കാര്യത്തിൽ ലീഗിൽ നിന്ന് വിമർശനമുണ്ടായിരുന്നു KT ജലീലിനെതിരെ. അതുപോലെ തന്നെ മതസംഘടനകളും ജലീലിനോട് പരിഭവപ്പെട്ടിരുന്നു ഈ കാര്യത്തിൽ. ഇപ്പോൾ ജലീൽ പക്ഷേ പൂർണ്ണമായിട്ടും നേരത്തെ പ്രസംഗിച്ചത് എന്തൊക്കെയാണോ അതിൽ നിന്ന് ഒട്ടും തന്നെ പിന്നോട്ട് പോയിട്ടില്ലല്ലോ. തന്റെ നിലപാട് കൂടുതൽ സ്പഷ്ടവും വ്യക്തവുമാക്കുകയാണ് ജലീൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചെയ്തിരിക്കുന്നത്. താൻ ഏത് സാഹചര്യത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് എന്ന് അദ്ദേഹം വിശദമാക്കുന്നു. താൻ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സർക്കിളിലാണ് ഇക്കാര്യം പറഞ്ഞത്. അത് എങ്ങനെ പുറത്തു വന്നു എന്നുള്ളത് പ്രശ്നമല്ലെങ്കിലും ആ പറഞ്ഞത് പുറത്തു വന്ന് സന്തോഷമുള്ള കാര്യമാണ്. കാരണം താൻ ഒരു മതവിദ്യാഭ്യാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഇത്രയും കാലം ഈ പറയുന്ന ഒരു ലഹരിക്ക് അടിമപ്പെടാതെ ഒരു കള്ളത്തരത്തിലേക്കും പോകാതെ മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ മതവിദ്യാഭ്യാസത്തിന്റെ ഒരു നിലവാരം അത് ഇന്നത്തേതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യസ്തമുണ്ട്. ഇപ്പോൾ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മതവിദ്യാഭ്യാസം മാറുമ്പോൾ അതിന്റെ മൂല്യം നഷ്ടമാകുന്നു എന്നൊരു പ്രധാനപ്പെട്ട കാര്യവും അദ്ദേഹം പങ്കുവയ്ക്കുന്നു. അതിന് പുറമെ സമുദായത്തിനുള്ളിലെ ഒരു കാര്യം പങ്കുവെക്കുന്നത് അത് സംഘികളും കൃസംഘികളും ആയുധമാക്കുമെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കാനും കഴിയില്ല. അങ്ങനെ മതം പറഞ്ഞിട്ടുമില്ല, മതത്തിന്റെ മൂല്യവും അങ്ങനെയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തന്റെ ഭാഗം കുറെ കൂടി വിശദീകരിക്കുകയാണ് ചെയ്തത്. വലിയ വിമർശനം അദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പോസ്റ്റ്, അദ്ദേഹത്തിന്റെ പ്രസ്താവന മുസ്ലിങ്ങളെ തന്നെ വലിയ തോതിൽ സംശയത്തിന് നിഴലാക്കുന്ന തരത്തിലേക്കുള്ള സാഹചര്യം ഒരുക്കുന്നുവെന്ന ആക്ഷേപം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. പക്ഷേ തന്റെ ഭാഗം വിശദീകരിച്ചതുകൊണ്ട് ഇത് രാഷ്ട്രീയമായിട്ടുള്ളതല്ല, തന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് എന്ന് പറഞ്ഞ് ഇതിനെ ഈ വിഷയത്തിൽ ഇടതുപക്ഷത്തെയും CPM-നെയും ആക്രമിക്കരുത് എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്. അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ലഹരി കേസുകളിൽ പെടുന്നവർ കൂടുതലും മുസ്ലിങ്ങളാണ് എന്ന നിലപാട് ആവർത്തിക്കുകയാണ് KT ജലീൽ. യുവാക്കളിൽ അക്രമവാസന കൂടുന്നതിന് ലഹരി ഒരു കാരണമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ. അതീവ ഗൗരവമുള്ള വിഷയമായാണ് സർക്കാർ ഇതിനെ കാണുന്നത്. ലഹരി തടയാൻ ഒറ്റക്കെട്ടായി നീങ്ങണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ലഹരി സമൂഹത്തെ ആകെ ബാധിക്കുന്ന പ്രശ്നമാണെന്നും ഫലപ്രദമായ ബോധവൽക്കരണം നടത്തണമെന്നും ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണനും പറഞ്ഞു. കേരളം ലഹരി മാഫിയയുടെ പിടിയിലാണെന്ന് BJP അധ്യക്ഷൻ K സുരേന്ദ്രൻ ആരോപിച്ചു. ലഹരി വേട്ടയ്ക്കിടെ പോലീസുകാർക്ക് ഉപദേശവുമായി കഞ്ചാവ് കേസിലെ പ്രതി. കഞ്ചാവ് കഴിച്ചിട്ട് ആർക്കും ഒരു പ്രശ്നവും ഇല്ല എന്നാണ് ഇയാൾ പറഞ്ഞത്. സംശയമുണ്ടെങ്കിൽ തന്റെ കസ്റ്റമേഴ്സിനെ വിളിച്ച് കേൾപ്പിക്കാമെന്നാണ് പോലീസിനോട് പ്രതി പറയുന്നത്. 300 ഗ്രാം കഞ്ചാവുമായി പള്ളിക്കത്തോട് പോലീസ് പിടികൂടിയ സ്റ്റെഫിൻ ദേവസിയാണ് പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. മദ്യം വ്യഭിചാരം ചൂതാട്ടം. അപ്പൊ ഈ മയക്കുമരുന്നിന് കുഴപ്പമില്ലേ? മയക്കുമരുന്ന് ഇത് പെടുത്തിയതല്ലേ രാജീവ് ഗാന്ധി സർക്കാർ 1985 അയ്യപ്പനുണ്ട് മറ്റു കാര്യങ്ങളും ഹാഷ് ഓയിൽ ബ്ലഡ് ക്യാൻസറിന്റെ മരുന്ന് ഇപ്പോഴും സാറിന് വേണം അന്വേഷിച്ച് നോക്കും. കോട്ടക്കൽ ആരോഗ്യശാലക്കാർക്കുണ്ടല്ലോ. അപ്പൊ ഇത് കുഴപ്പമില്ല. നിങ്ങൾ പറയുന്നത് ഇതാണ് പ്രശ്നം എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇത് വലിച്ചിട്ട് ആരും ഒരു പ്രശ്നം നിന്നില്ല. സാറിന് സംശയം ഉണ്ട് ചോദിക്കാം. എന്റെ കസ്റ്റമർ വേണം ലൗഡ് സ്പീക്കർ ഇട്ട് ഞാൻ ഇത് വലിച്ചിട്ട് ആരും ഒരിക്കലും നിങ്ങൾ കഞ്ചാവ് കൊടുക്കുന്ന നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഇങ്ങനെ ആക്കി. ഇതിന്റെ പേര് കനാബിന്റെ നീലച്ചടൻ ഒറിജിനൽ പേര്. അത് പറയുമ്പോൾ ആർക്കും കുറ്റമില്ലല്ലോ. കഞ്ചാവിന്റെ ഇഞ്ചാ വന്നതല്ല വിഷയം. അതുകൊണ്ടല്ലേ ഈ പ്രശ്നം. ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ കസ്റ്റമറെ നിങ്ങൾ ഈ ഫോൺ വെച്ചിട്ട് നിങ്ങൾ കസ്റ്റമറെ വിളിച്ചിട്ട് ഇതിന്റെ മെച്ചം എന്ന് പറഞ്ഞു ഞാൻ സ്വാഭാവിക അങ്ങനെ പറയുള്ളൂ. ഇപ്പം കഞ്ചാവ് വലിക്കുന്ന ആരാണല്ലോ സൈലന്റാന്ന് പറയത്തില്ല. കഞ്ചാവ് വലിക്കുന്നവർ സൈലന്റാ, ആരും ആക്രമണം കാണിക്കത്തില്ല. കിട്ടിയില്ലെങ്കിലേ ദേഷ്യം. സാറിന് ശരിക്കും സമ്മതിച്ചു. ഇത് കിട്ടിയില്ല ദേഷ്യം വരും. അതാണ് ഇതിന്റെ മദ്യം നേരെ തിരിച്ച് മദ്യം അടിക്കുമ്പോൾ ദേഷ്യം ഇല്ലെങ്കിൽ സൈലന്റ്. കളമശ്ശേരിയിൽ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യത. ഇന്നലെ പിടിയിലായ അനുരാജിന് കഞ്ചാവ് എത്തിച്ച ഇതര സംസ്ഥാന തൊഴിലാളിയുടെ വിവരങ്ങൾ പോലീസിന് കിട്ടി. അനുരാജ് കഞ്ചാവ് വാങ്ങാനായി ഗൂഗിൾ പേ വഴി പണം നൽകിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്താകെ ലഹരിക്കെതിരായ പരിശോധനകൾ തുടരുകയാണ്.
കളമശ്ശേരിയിൽ ഇന്നലെ പിടിയിലായ അനുരാജ് ഇതര സംസ്ഥാന തൊഴിലാളിയുടെ പക്കൽ നിന്നും 4 കിലോ കഞ്ചാവ് വാങ്ങിയിരുന്നെന്നാണ് വിദ്യാർത്ഥികളുടെ മൊഴി. ഇതിൽ 2 കിലോയാണ് പോളിടെക്നിക് ഹോസ്റ്റലിൽ എത്തിച്ചത്. അനുരാജ് മറ്റാർക്കൊക്കെ കഞ്ചാവ് നൽകിയെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് നൽകിയ അന്യസംസ്ഥാനക്കാരന് വേണ്ടി പോലീസ് അന്വേഷണം തുടരുകയാണ്. ആലുവയിൽ വെച്ചാണ് ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയതെന്ന് പോലീസ് പറയുന്നു. അനുരാജും പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിക്കും ഷാലിക്കും അടങ്ങുന്ന സംഘമാണ് ഇടപാടുകൾ നിയന്ത്രിച്ചിരുന്നത്. അനുരാജ് കഞ്ചാവ് വാങ്ങാനായി 10,000 രൂപ ഗൂഗിൾ പേ വഴി നൽകിയതിന്റെ തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. ലഹരിക്കെതിരെ സംസ്ഥാന വ്യാപകമായ പരിശോധന ശക്തമാക്കും. കൃത്യമായ വിവരങ്ങൾ ലഭിച്ചാൽ ക്യാമ്പസുകളിൽ പരിശോധന നടത്താനാണ് തീരുമാനമെന്നും പോലീസ് അറിയിച്ചു. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയ ബീഹാർ സ്വദേശി ചന്ദേര പോലീസിന്റെ പിടിയിലായി. തൃക്കരിപ്പൂർ ഈസ്റ്റ് മെട്ടമ്മലിലെ സൈനുദ്ദീൻ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സലീം അൻസാരിയെയാണ് ചന്ദേര എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. 17 ചെറിയ കവറുകളിലായി വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയിരുന്ന കഞ്ചാവ് പ്രതിയിൽ നിന്നും പിടികൂടി. ന്യൂസ് 18 കൊച്ചി. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ മയക്കുവെടി വെച്ച് പിടികൂടിയ കടുവ ചത്തു. വണ്ടിപ്പെരിയാർ ഗ്രാമ്പി പ്രദേശത്ത് നാളുകളായി ഭീതി പരത്തിയ കടുവയെ ഇന്ന് രാവിലെയാണ് ദൌത്യസംഘം മയക്കുവെടി വെച്ചത്. കടുവയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ ദൌത്യസംഘത്തിന് നേരെ കടുവ പാഞ്ഞടിച്ചു. അതിനുശേഷം കടുവയ്ക്ക് നേരെ 3 തവണ ദൌത്യസംഘം മയക്കുവെടി വെക്കുകയായി. വീണ്ടും ഒരു പിടികൂടി വെക്കാൻ വേണ്ടി കൂടുതൽ വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുകയാണ്. പ്രിൻസ്, ഗ്രാമ്പിയിൽ നിന്ന് കടുവയെ തേക്കടിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നുവല്ലോ, പിന്നീട് എന്താണ് സംഭവിച്ചത്? മഞ്ജുഷ, ഗ്രാമ്പിയിൽ നിന്നും തേക്കടിയിലേക്ക് എത്തി ചികിത്സ നൽകാനുള്ള ഒരു തീരുമാനമായിരുന്നു വനംവകുപ്പിന്റെ ഭാഗത്തുണ്ടായിരുന്നത്. അതിനാണ് മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമം നടത്തിയത്. ഇതിനെ തുടർന്ന് മയക്കുവെടി വെച്ച് പിടികൂടി ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ നീല ടാർപോളിനൊക്കെ പൊതിഞ്ഞാണ് കൊണ്ടുപോകുന്നത്. അപ്പോഴേക്കും അപകടം സംഭവിച്ചിരുന്ന ഒരു വിവരമുണ്ടായിരുന്നു. എന്നാൽ പോലും വ്യക്തത വരുത്തിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടുവ ചത്തു എന്നുള്ള വിവരമാണ് നമുക്ക് നടക്കുന്നത്. കാരണം ഈ കടുവയെ ആദ്യം മയക്കുവെടി ശേഷം കടുവ മയങ്ങിയിരുന്നില്ല. തുടർന്ന് രണ്ടാമത്തെ മയക്കുവെടി വെക്കാനായി ശ്രമിക്കുന്നതിനിടെ കടുവ ഈ ജീവനക്കാരുടെ നേരെ ആക്രമണം നടത്തുകയായിരുന്നു. പ്രത്യേകിച്ചും കരുതൽ അടക്കമുള്ള സംഘത്തിന് നേരെ ആക്രമണം നടത്തുകയായിരുന്നു, പാഞ്ഞെടുക്കുകയായിരുന്നു. ഇവർ ധരിച്ചിരുന്ന ഹെൽമറ്റും ഷീൽഡും ഒക്കെ തട്ടിത്തെറിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി, ഇവരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ അവസ്ഥയിലാണ് സ്വരക്ഷാർത്ഥം ഇവർ വെടിയുതിർക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും കടുവ ചാകുന്ന സ്ഥിതിയിലേക്ക് മാറുകയും ചെയ്തത്. എന്തായാലും ഈ നിലവിൽ ഈ കടുവ ഇവിടുന്ന് മറ്റുള്ള നടപടികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ഗ്രാമ്പി മേഖലയിൽ വണ്ടിപ്പെരിയാറിലെ ഗ്രാമ്പി അരണക്കൽ ഹില്ലാഷ് മേഖലയിൽ കാലങ്ങളായി ഏതാനും നാളുകളായി ഭീതി പറ്റിയിരുന്ന ഒരു കടുവയുടെ സാന്നിധ്യം ഇല്ലാതായ ഒരു ആശ്വാസം നാട്ടുകാരും പങ്കുവയ്ക്കുന്നു. പ്രത്യേകിച്ചും ഈ കടുവയെ തുടർന്ന് ചികിത്സ നൽകി തിരിച്ച് ഇതേ മേഖലയിലേക്ക് തന്നെ തിരികെ കൊണ്ടുവിട്ടാൽ വീണ്ടും കടുവ ഈ ജനവാസ മേഖലയിലേക്ക് ഇറക്കുമെന്ന ആശങ്കയൊക്കെ നാട്ടുകാർക്കുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു ആശങ്കയ്ക്ക് പരിഹാരമായി എന്ന് വേണം കരുതാൻ. കാരണം നാട്ടുകാർ ഇപ്പോൾ കടുവ ഇവിടുന്ന് പൂർണ്ണമായി മാറി ഒഴിവായി എന്നുള്ള ആശ്വാസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. മഞ്ജുഷ്, ശരി, പ്രിൻസാണ് വിവരങ്ങൾ നൽകിയത്. പാതിവില തട്ടിപ്പിൽ 48,384 പേർ ഇരയായെന്ന് മുഖ്യമന്ത്രി. 281 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. സീഡ് തട്ടിപ്പുകാരുടെ മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങുന്നതാണ് പ്രശ്നമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകൾ മലയാളികളാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ജഡ്ജിമാർ പോലും പറ്റിക്കപ്പെടുന്നെന്ന് സ്പീക്കറും ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് നിരവധി പേരെ വാഗ്ദാനം നൽകി കബളിപ്പിച്ച പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 12/3/2025 വരെ 1343 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തട്ടിപ്പിന്റെ പ്രധാന സൂത്രധാരനായ അനന്തകൃഷ്ണൻ, രവി പന്നക്കൽ, ബഷീർ PP, റിയാസ്, മുഹമ്മദ് ഷാഫി, ആനന്ദകുമാർ എന്നിവരെ ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 48,386 പേരിൽ നിന്നും 281,43,34,000 രൂപ വാങ്ങിയതിൽ 16,438 പേർക്ക് മാത്രമാണ് സ്കൂട്ടർ നൽകിയത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞപ്പോൾ വളരെ ശരിയായ ഒരു കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ ധാരണ നമ്മൾ വലിയ അതിബുദ്ധിമാന്മാരാണ്, മിടുക്കന്മാരാണെന്നൊക്കെയാണ് മലയാളികളുടെ പൊതുവായ ധാരണ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകൾ മലയാളികളാണ്. ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്ന ആളുകളും മലയാളികളാണ്. പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അമിതമായ ആഗ്രഹമാണ് ഇത്തരം തട്ടിപ്പുകാർക്ക് വളമാക്കി കേരളം മാറുന്നത് എന്നുള്ള കാര്യം അങ്ങ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ജഡ്ജിമാർ വരെ പറ്റിപ്പോകുന്നുണ്ട്.
സർ, തീർച്ചയായും ഇത് തന്നെയാണ് വലിയ പ്രശ്നം. അത് അങ്ങ് അതിന്റെ യഥാർത്ഥ വശം തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്നെ ഒന്ന് പറ്റിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് ഈ പറ്റിക്കുന്ന കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഒരു സ്വപ്ന ലാൻഡിങ്ങിനുള്ള കാത്തിരിപ്പിലാണ് ലോകം. ബഹിരാകാശത്ത് നിന്ന് സുനിത വില്യംസും ബുച്ച് വിൽമോറും ബുധനാഴ്ച പുലർച്ചെ ഭൂമിയിലെത്തും. കാലാവസ്ഥ അനുകൂലമായതിനാൽ നിശ്ചയിച്ചതിലും നേരത്തെയാണ് മടക്കയാത്ര. ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ 3:27 ഫ്ലോറിഡ തീരത്ത് കടലിൽ അവർ ഇറങ്ങും. 9 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടരുന്ന സുനിത വില്യംസും ബുച്ച് വിൽമോറും, ഒപ്പം ബഹിരാകാശ സഞ്ചാരികളായ നിക് ഹേഗും അലക്സാണ്ടർ ഗോർബുനോവും. കാലാവസ്ഥയടക്കം പല ഘടകങ്ങളും അനുകൂലമായതോടെ മടക്കയാത്ര നിശ്ചയിച്ചതിലും മണിക്കൂറുകൾ നേരത്തെയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ക്രൂട്ടൺ അംഗങ്ങൾക്ക് ചുമതലകൾ കൈമാറി ഹാൻഡ് ഓവർ പ്രക്രിയ പൂർത്തിയാക്കി. ഇതോടെ ക്രൂ 9 മടങ്ങിവരുന്നതിന് ഹാച്ച് ക്ലോഷർ അടക്കം അന്തിമോരുക്കങ്ങൾ ഇന്ത്യൻ സമയം നാളെ രാവിലെ 8:30 ആരംഭിക്കും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിതയും സംഘവും ഭൂമിയിലേക്ക് എത്തുന്നതിന്റെ തത്സമയ സംരക്ഷണം ഉണ്ടാകുമെന്ന് നാസ അറിയിച്ചു. ചരിത്ര നേട്ടവുമായാണ് സുനിതയുടെയും ബുച്ച് വിൽമോറിന്റെയും മടക്കം. ബോയിംഗ് പേടകത്തിൽ പോയവർ സ്പേസ് എക്സിന്റെ സഹായത്തോടെ മടങ്ങുമ്പോൾ അതും പുതുചരിത്രം. ബഹിരാകാശ ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാനുള്ള ശേഷി കൈവരിച്ചെന്ന് സ്പേസ് എക്സിന് അഭിമാനിക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ദിൽന ചേരും.